ഊട്ടിത്തെ കോടാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലാത്ത അടിപൊളി കോട. 7 മണിയായിട്ടും കോട പോയിട്ടൊന്നുമില്ല കേട്ടോ. എൻ്റെ പൊന്നെ എന്തൊരു കോടാന്നറിയോ, പുറത്തേക്ക് ഇറങ്ങാനും കൂടി പറ്റാത്ത അത്രയും നല്ല തണുപ്പായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞേരം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. ഞാൻ പൂരിയും പിന്നെ ഇക്ക നല്ല ഇഡ്ഡലി ആയിരുന്നേ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ വന്നാൽ പൂരി, ഇഡ്ഡലി, ദോശ ഇതൊക്കെ കേട്ടോ കൂടുതലായിട്ട് ഉണ്ടാകുക. എപ്പോഴായാലും ഞാൻ ചായ കുടിക്കുന്നുണ്ട്. ചായ അത്രയും ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ദാ ഈ ഒരു മിസ്റ്റി നെക്സ്റ്റിലാട്ടോ ഞങ്ങൾ സ്റ്റേ ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ തന്നെ ബുക്ക് ചെയ്തിട്ടൊന്നും അല്ല കേട്ടോ വന്നത്. ഇവിടെ വന്നിട്ട് റൂമൊക്കെ നോക്കാമെന്നുള്ള പ്ലാനായിരുന്നു. പക്ഷെ എന്തായാലും ഞങ്ങൾക്ക് നല്ലൊരു ഹോം സ്റ്റേ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ ഒരുപാട് തപ്പേണ്ട ആവശ്യമൊന്നുമില്ല. ഫസ്റ്റ് തന്നെ കണ്ടത് ഈ ഒരു ഹോം സ്റ്റേ ആയിരുന്നു. കണ്ടപ്പോൾ ഇത് കയറി നോക്കിയപ്പോൾ നമുക്ക് എല്ലാ സൗകര്യം കൊണ്ടും ഓക്കെ ആയിരുന്നു കേട്ടോ. റൂമൊക്കെ ആണെങ്കിലും പെർഫെക്റ്റ് ആയിരുന്നു. റൂമാണെങ്കിലും ബാത്റൂമൊക്കെ ആണെങ്കിലും നല്ല ഓക്കെ ആയിരുന്നു. പിന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്പേസ് തന്നെ ആയിരുന്നു. അത്യാവശ്യം നല്ലൊരു നമുക്ക് നല്ല കൂൾ മൈൻഡൊക്കെ ആക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്പേസ് തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇത് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് 2-3-4 റൂം വേറെയുണ്ട് ഇതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആയിട്ട്. അപ്പം ഈ ഒരു ഭാഗം തന്നെ ഞങ്ങൾ ചൂസ് ചെയ്ത്. അപ്പോൾ ഏതായാലും ഇന്ന് ഞങ്ങൾ വേക്കേറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ എടുത്ത് നേരെ ഞങ്ങൾ ഇറങ്ങുക. ഞങ്ങൾ നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ ഒടുക്കത്തെ തണുപ്പ് കാരണമുണ്ടല്ലോ അങ്ങനെ ഇറങ്ങാൻ പറ്റിയില്ല. അപ്പം ഈ പോണ വഴിക്കുണ്ട് ഇനിയും കുറേ സ്ഥലങ്ങളൊന്ന് കയറാമെന്നൊക്കെ പ്ലാൻ ഉണ്ട്. അപ്പോൾ പിന്നെ നേരെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. ബാക്കി അടുത്തൊരു വീഡിയോയിൽ.